അങ്ങനെ അതിലൊരു തീരുമാനമായി. തുടരും സിനിമയുടെ റിലീസ് ഡേറ്റ് മാറ്റിവെച്ചെന്ന് ഇപ്പോൾ സിനിമയുടെ ഡയറക്ടറായ തരുൺ മൂർത്തി തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. OTT ബിസിനസ് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് സിനിമയുടെ റിലീസ് മാറ്റാനുള്ള കാരണമായിട്ട് തരുൺ മൂർത്തി പറയുന്നത്. തരുൺ മൂർത്തി സിനിമയുടെ റിലീസ് ഡേറ്റ് മാറ്റിയതിനെ പറ്റി പറയുന്ന ഒരു ഓഡിയോ വന്നിട്ടുണ്ട്. അതിൻ്റെ ചെറിയൊരു ക്ലിപ്പൊന്ന് നമുക്ക് കേട്ടു നോക്കാം. മുപ്പതിന് ഇറങ്ങാത്തതിൻ്റെ കാരണങ്ങൾ വേറൊന്നുമല്ല. ഇപ്പം നിലവിൽ കുറച്ച് ബിസിനസ് സിനാരിയോസ് മൊത്തം മലയാള സിനിമയ്ക്ക് നിൽക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഉള്ളൊരു അതിപ്പോൾ എത്രത്തോളം ഒരു കോമൺ ഓഡിയൻസിന് മനസ്സിലാവുമെന്നറിയില്ല. OTT സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കൺഫ്യൂഷൻസും ഡിസ്കഷൻസും ഒക്കെ എല്ലാ മലയാള സിനിമകൾക്കും നടക്കുന്നുണ്ട്. അപ്പോൾ OTT ബിസിനസ് പ്രശ്നങ്ങൾ കാരണമാണ് തുടരും സിനിമയുടെ റിലീസ് ഡേറ്റ് മാറ്റിയത്. ഇനി എന്ന് സിനിമ റിലീസിനെത്തിയാലും തുടരും സിനിമ ഗംഭീര സിനിമയായിട്ട് മാറട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി എന്തായാലും എമ്പുരാൻ സിനിമയുടെ റിലീസിന് ശേഷം മാത്രമായിരിക്കും തുടരും സിനിമയുടെ റിലീസ്. മിക്കവാറും മെയ്യിലോ ജൂണിലോ ആയിരിക്കും സിനിമയുടെ റിലീസ്. അപ്പോൾ 2025 ലാലേട്ടൻ്റെ ആദ്യ റിലീസ് എമ്പുരാൻ തന്നെ. 2 മിനിറ്റോളം ദൈർഘ്യമുള്ള എമ്പുരാൻ സിനിമയുടെ ഒഫീഷ്യൽ ടീസർ ഈ വരുന്ന ജനുവരി 26 പുറത്തു വരും. ടൊവിനോ തോമസിൻ്റെ ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ പോസ്റ്റർ ഇന്ന് എമ്പുരാൻ സിനിമയുടെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിട്ടുണ്ട്. പവർ ഈസ് ആൻ ഇല്യൂഷൻ എന്നാണ് ഈ ഒരു പോസ്റ്ററിൽ ടാഗ് ലൈൻ കൊടുത്തിട്ടുള്ളത്. TK രാംദാസിൻ്റെ ഫോട്ടോയ്ക്കരികിൽ നിൽക്കുന്ന ജതിൻ രാംദാസിനെയാണ് ഈ ഒരു പോസ്റ്ററിൽ കാണുന്നത്. മാർച്ച് 27 എമ്പുരാൻ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. 2025 ആദ്യ റിലീസായിട്ട് എത്തുന്ന ലാലേട്ടൻ ചിത്രം. എന്തായാലും മികച്ച ബോക്സ് ഓഫീസ് പ്രകടനം സിനിമയ്ക്ക് കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.